ഒരിടത്തൊരിടത്തൊരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ പാവപ്പെട്ട ഒരു കർഷക സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരിയായ കർഷക സ്ത്രീ. ഒരു ദിവസം അവരുടെ വീട്ടിൽ തീർത്താൽ തീരത്തത്ര പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് സന്ധ്യ വരെ അവർക്ക് അപ്പത്തിന് മാവ് കുഴയ്ക്കാൻ സമയം കിട്ടിയില്ല. അവരുടെ ഭർത്താവ് വൈകുന്നേരമാണ് പണി കഴിഞ്ഞ് വന്നത്. അപ്പോൾ അവർ മാവ് കുഴച്ചു വെച്ചു. അപ്പോഴേക്കും ഇരുട്ടായതിനാൽ പുറത്തുള്ള അടുക്കളയിലേക്ക് തനിച്ച് പോയി അപ്പം ചുടാൻ അവർക്ക് പേടിയായിരുന്നു. അവരപ്പോൾ തൻ്റെ ഭർത്താവിനെ കൂട്ടിന് വിളിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ ആരും പിടിച്ചുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ല, നീ തന്നെ പോയി ചെയ്താൽ മതി. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല പുറത്ത് നല്ല ഇരുട്ടാണ്, എനിക്ക് പേടിയുണ്ട്, എൻ്റെ കൂടെ അവിടം വരെ ഒന്ന് വാ. ഭർത്താവ് കൂടെ ചെന്നില്ല. അപ്പോൾ ഭാര്യ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ടപ്പോൾ ഭർത്താവിന് തമാശ തോന്നി. അയാൾ അവിടെ നിന്ന് മുട്ടനാടിനോട് പറഞ്ഞു, മുട്ടനാടെ നീ വേണേ ഇവളെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇയാൾ അകത്തേക്കും പോയി, ഭാര്യ അപ്പം ചുടാൻ അടുക്കളയിലേക്കും പോയി. കുറേ നേരമായിട്ടും ഭാര്യ അപ്പം ചുട്ട് വരാഞ്ഞപ്പോൾ ഈ ഭർത്താവ് ചെന്ന് നോക്കി. പക്ഷേ അടുക്കളയിൽ മാവിരിപ്പുണ്ട്, ഭാര്യയെ കാണുന്നില്ല. അയാൾ അടുക്കളയിലും അയൽപ്പക്കത്തുമൊക്കെ തൻ്റെ ഭാര്യയെ അന്വേഷിച്ച് നടന്നു, പക്ഷേ കണ്ടു കിട്ടിയില്ല. അതോടെ അവൾ എവിടെ പോയി എന്നുള്ള വാർത്ത നാടെങ്ങും പരന്നു. അവരെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണങ്ങളൊക്കെ വിഫലമായി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഭർത്താവിന് വലിയ വിഷമമായിപ്പോയി. അപ്പോൾ ഒരു ദിവസം അയാൾ പാടത്ത് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പണി ചെയ്തത്. അപ്പോൾ ആ വഴിയൊരു സന്യാസി വന്നു. സന്യാസി ഇയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന കണ്ടപ്പോൾ ചോദിച്ചു, എന്താ കരയുന്നത്, എന്ത് പറ്റി? അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യയെ കാണാനില്ല, കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, നീ എനിക്ക് പകരം എന്ത് തരും? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ അങ്ങനെ തരാനൊന്നുമില്ല, വേണമെങ്കിൽ എനിക്ക് 2 കാളകളുണ്ട്, കാളകളെ തരാം. സന്യാസി പറഞ്ഞു, എനിക്കെന്തിനാ കാളകൾ, എനിക്കൊരു നേരത്തെ ഭക്ഷണം തന്നാൽ മതി. അങ്ങനെ ഇയാൾ പറഞ്ഞു, ശരി ഭക്ഷണം തരാം. അങ്ങനെ ഇയാൾ ഈ സന്യാസി വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തപ്പോൾ സന്യാസി ഇയാളുടെ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അവളെ കാണാതായ ദിവസം അവസാനം നീ എന്തോ പറഞ്ഞത് കാരണമാണ് അവളിങ്ങനെ പോയതെന്നാണ്. ഈ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് വൈകുന്നേരങ്ങളിൽ ഭൂതങ്ങൾ സമ്മേളനം നടത്തുന്നത്. പെട്ടെന്നൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും രാത്രിയിൽ അതിൽ നിന്ന് വെളിച്ചം വരുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നീ അവിടെ പോയി ധൈര്യത്തോടെ അവരോട് ചോദിച്ചാൽ മതി, അവർ നിൻ്റെ ഭാര്യയെ കാണിച്ചു തരും. അങ്ങനെ ഇയാൾ ഈ ഗുഹയിൽ ചെന്നു, തൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂതത്തമ്മയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. നേതാവ് പറഞ്ഞു, നീ ഒട്ടും പേടിക്കാതെ വന്ന് എന്നോട് ചോദിച്ചതല്ലേ, ഞാൻ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാം. എന്നിട്ട് അയാൾ ആ ഭൂതത്തമ്മരെല്ലാം വിളിച്ചു കൂട്ടി അവരോട് സംസാരിച്ചു. അപ്പോഴാണ് ഈ മനുഷ്യൻ ശ്രദ്ധിച്ചത്, ഈ ഭൂതത്തമ്മർക്കൊക്കെ ഓരോ മൃഗങ്ങളുടെ പേരാണ്. പേര് വിളിക്കുമ്പോൾ പോത്തെ, ആനെ, കഴുതേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആനാന്ന് പേരുള്ള ഭൂതത്തിനോട്, കഴുതാന്ന് പേരുള്ള ഭൂതത്തിനോട്, പൂച്ചാന്ന് പേരുള്ള ഭൂതത്തിനോടൊക്കെ നേതാവ് ചോദിച്ചു, ഇയാളുടെ ഭാര്യയെ കണ്ടോ? അവരാരും കണ്ടിട്ടില്ല. ഇങ്ങനെ ഇവരുടെ ഈ ചോദ്യം വർത്താനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അയാൾ പെട്ടെന്ന് ഓർത്തു, തൻ്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുട്ടനാടെ നീ പിടിച്ചോണ്ട് പൊക്കോ എന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന്. അയാളുടൻ തന്നെ ഭൂതത്താന്മാരുടെ നേതാവിനോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ഈ നേതാവ് മുട്ടനാട് എന്ന് പേരുള്ള ഭൂതത്താനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ കണ്ടോ ഇയാളുടെ ഭാര്യയെ? അപ്പോൾ ആ ഭൂതത്താൻ പറഞ്ഞു, ഇയാളല്ലേ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവരെ എടുത്തുകൊണ്ട് പോയി എൻ്റെ തോട്ടത്തിൽ പണിക്ക് നിർത്തിയേക്കാം. അപ്പോൾ ഈ നേതാവ് പറഞ്ഞു, ശരി, അയാൾ അന്വേഷിച്ച് വന്നല്ലോ, ഇനി അയാൾക്ക് തിരിച്ചു കൊടുത്തേരെ. അപ്പോൾ ഈ മുട്ടനാടെന്ന് പറയുന്ന ഭൂതത്താൻ പോയി ആ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്ന് ഇയാൾക്ക് തിരിച്ചു കൊടുത്തു. അയാൾ വളരെ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോയി.